പല സമയത്തും നമ്മുടെ സെയിൽസ് നടക്കാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുമ്പിലിരിക്കുന്ന കസ്റ്റമറെ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതിന് നമ്മുടെ കസ്റ്റമർ എത്ര തരത്തിലാണ് നമ്മൾ പഠിക്കണം. 3 തരത്തിലാണ് പ്രധാനമായിട്ടും സെയിൽസിലുള്ള കസ്റ്റമർ ഉള്ളത്. ആദ്യത്തെ കസ്റ്റമർ ലോജിക്കൽ കസ്റ്റമർ എന്ന് പറയും. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള ഡാറ്റാസും അവർക്ക് വേണ്ട സ്റ്റാറ്റിക്സ് ആണ് വേണ്ടത്. നിങ്ങൾ എന്താണ് തുടങ്ങിയത്, എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്, എത്ര പ്രൊഡക്ട്സ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എത്ര കസ്റ്റമർ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കേസിലുണ്ട്, എത്ര സ്ഥലങ്ങളിൽ നിങ്ങളുടെ സർവീസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് അവർ കൃത്യമായിട്ട് അറിയേണ്ടത്. കാരണം അവർ ലോജിക്കലി കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ. രണ്ടാം തരം കസ്റ്റമർ ഉണ്ട്, അവർ ഇമോഷണൽ കസ്റ്റമർ എന്നാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടത് സക്സസ് സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ ടെസ്റ്റിമോണിയൽസ് ആണ്. അതായത് ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർക്ക് കുറച്ചും കൂടി വേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ കിട്ടിയാൽ മാത്രമേ ഇമോഷണലി ഇവർ കൺവിൻസ്ഡ് ആവുകയും ഡിസിഷൻ എടുക്കുകയും ചെയ്യുള്ളൂ. മൂന്നാമത്തെ കസ്റ്റമറാണ് ഇമ്പൾസീവ് കസ്റ്റമർ. ഇവർ ഇമ്പൾസീവ് ആയിട്ടാണ് എടുക്കുന്നത്. പെട്ടെന്ന് ഒരു ഓഫർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇവരെ കൺവിൻസ് ചെയ്യുക, പെട്ടെന്ന് അത് പ്രൊഡക്റ്റ് ലിമിറ്റഡ് ആണെന്നൊക്കെ പറയുക. അപ്പോൾ ഇമ്പൾസീവ് ആയിട്ടാണ് ഇവർ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയാൽ മാത്രമേ ഇവർ കൃത്യമായി ഡിസിഷൻ എടുക്കുള്ളൂ. സോ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ കസ്റ്റമറെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവർ ചോദിക്കുന്നത് നിങ്ങൾ എത്ര നാളായി, എവിടെയൊക്കെയാണ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക ഇത് ലോജിക്കൽ കസ്റ്റമർ ആണ്. നിങ്ങളുടെ ഇതിനു മുമ്പ് ആരൊക്കെയാണ് മേടിച്ചേക്കുന്നത്, നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ് എന്തൊക്കെയാണ്, എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു ഇമോഷണൽ കസ്റ്റമർ ആണെന്നുള്ളത്. സോ നിങ്ങൾ കൃത്യമായിട്ട് കസ്റ്റമർ എന്താണോ പറയുന്നത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യും.